പോകുന്നത് വയനാട് പുൽപ്പള്ളിയിലേക്കാണ്. അവിടെ സീതാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് പാപ്പാന് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം. പാപ്പാനെ ആന താഴേക്ക് കുടഞ്ഞെറിയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ആറാട്ട് മഹോത്സവത്തിൻ്റെ ഇന്നേ ദിവസം ആന ചെറുതായി നിടഞ്ഞിരുന്നു. ആന പാപ്പാനെ കുടഞ്ഞ് താഴെയിട്ടു. പാപ്പാൻ ചെറിയ പരിക്കുണ്ട്. മറ്റുള്ള ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ആർക്കും പരിക്കില്ല. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഭയപ്പെടേണ്ട മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആനയെ തളച്ചിട്ടുണ്ട്. നിലവിൽ മറ്റു വിഷയങ്ങളൊന്നുമില്ല. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഫൈസൽ, സാധാരണ വയനാട്ടിൽ കാട്ടാനയാണ് പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ നാട്ടാനയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ആന വരുത്തിയിട്ടില്ലല്ലോ അല്ലേ? നൗഫൽ, അത്തരത്തിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര ഉത്സവത്തിന് ഇടയിലാണ് ആന ഇടഞ്ഞത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആന ഇടയുന്ന സമയത്ത് ആനക്ക് ചുറ്റും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആന ഇടയുന്നതും അതിനുശേഷം പാപ്പാനെ കുടഞ്ഞെറിയുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പാപ്പാനായ ഉണ്ണിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. ശരി, എന്തായാലും ആ ദൃശ്യങ്ങൾ അത് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. അപ്പോൾ ഭാഗ്യം കൊണ്ട് ആ പാപ്പാന് വലിയ ഗുരുതര പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. മറ്റു നാശനഷ്ടങ്ങളൊന്നും ഭാഗ്യവശാൽ ആന അവിടെ ഉണ്ടാക്കിയില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഫൈസൽ നെടുമ്പാല നൽകിയത് വയനാട്ടിൽ നിന്ന്.